ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പേഴ്സണൽ ഫൈനാൻസ്. ഒത്തിരി കമൻസ് വന്ന ഒരു സബ്ജക്റ്റാണ് ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന്. അതിനെക്കുറിച്ചൊരു ഒന്ന് വിശദീകരിച്ച് തരുമോ എന്നുള്ള രൂപത്തിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മളത് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷേ അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇൻകം എന്നാൽ മെയിനായിട്ട് ഇപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് സാലറി തന്നെയാണല്ലോ. ഈ സാലറി അത് വലുതാവട്ടെ ചെറുതാവട്ടെ അത് എങ്ങനെ വളരെ യൂസ്ഫുൾ ആയ രൂപത്തിൽ നമ്മളത് ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അത് ചെലവഴിക്കാനുള്ള ആ ഒരു രീതിയാണ് ശരിക്കും പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. ആകെ മൊത്തത്തിൽ പറയുന്നത് പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിനുള്ള ചെറിയ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഏതൊരു വ്യക്തിനോടും ഇപ്പം നമ്മൾ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും സേവിങ് ഉണ്ടോ ചോദിച്ചാൽ ആകെ കിട്ടുന്നത് 10,000, പിന്നെ അതിൽ നിന്ന് ഞാൻ സേവും കൂടെ ചെയ്യാന്നാ പറയുക. അല്ല, അധികം ആൾക്കാരും പറയാം. ഈവൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം 10,000 കിട്ടുന്ന ഒരാൾക്ക് അതേ സ്ഥാനത്ത് ഒരു 50,000 കിട്ടുന്ന ആളോട് ചോദിച്ചാലും പുള്ളിയും പറയാം സാലറി ഒക്കെ വലിയ എമൗണ്ട് കിട്ടുന്നുണ്ട്, പക്ഷെ അത് മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടാ എന്തായിട്ടാ പോകുന്നതൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ രണ്ട് പേരുടെയും പേഴ്സണൽ ഫൈനാൻസ് എന്നുള്ളത് ശരിക്കും പേഴ്സണൽ ഫൈനാൻസിന്റെ കാര്യത്തിൽ അവർ ഫെയിലാണ്. ശരിക്കും 10,000 കിട്ടുന്ന ഒരാളാണെങ്കിലും എൻ്റെ ഒരു വ്യൂവില് മിനിമം ഒരു 10,000 സാലറി കിട്ടുന്ന ഒരു പുള്ളി ഒരു 1,000 രൂപ എന്ത് തന്നെ വന്നാലും സേവ് ചെയ്യണം. കാരണം ഈവൻ ഇനിയിപ്പം പുള്ളിക്ക് 10,000 സാലറി ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാതെ ഒരു 1,000 രൂപ ആദ്യം തന്നെ സേവിങ്ങിലോട്ട് മാറ്റി വെച്ച് എനിക്ക് 9,000 സാലറി ഉള്ളൂ എന്ന് തന്നെ കരുതണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് അവിടെ സേവിങ്, കാരണം നമ്മൾ ആ സേവിങ് കഴിഞ്ഞതിന് ശേഷം എത്ര നമ്മളെടുത്ത് വരുന്നുണ്ടോ അതുകൊണ്ട് നമ്മളെ എക്സ്പെൻസ് അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വെൽത്ത് എന്ന് പറയുമ്പോഴേ നമ്മുടെ എമർജൻസി ഫണ്ട്, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു വെൽത്ത് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മളടുത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പം അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ഉള്ള ഒരു വിഷയം. നമ്മൾ ഈ 1,000 രൂപ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളത്. ഇതിനും പല ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, രണ്ടാമത്തത് ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മൂന്നാമത്തത് FD ചെയ്യാം. ആദ്യം മുതലൊക്കെ ചെയ്തു പോയിരുന്ന ഒരു സംഭവമാണ് ബാങ്കിൽ FD ചെയ്യാം, അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ ഉള്ളതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം നല്ല റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നുണ്ട്. പക്ഷെ ഇത് നല്ല സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോഴേ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ഒരു പക്ഷെ നല്ല സ്റ്റോക്ക് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ നല്ല സമയമല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് താഴോട്ട് വരും, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ലോസിലോട്ടാണ് പോവുക. കാരണം നമ്മൾ എത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാളും നല്ല കുറഞ്ഞിട്ടായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടായിരിക്കുക. അപ്പം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു റിസ്കിയാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് പഠിക്കണം. പിന്നെയുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് നോക്കാം സ്റ്റോക്കിലാണോ, കാരണം ഈ രണ്ടും പോകുന്നത് രണ്ടിന്റെയും ബേസ്, അല്ലെങ്കിൽ എന്താ പറയാ, ഈ രണ്ടും ഇൻവെസ്റ്റ്മെന്റ് പോകുന്ന സ്റ്റോക്ക് മാർക്കറ്റിലാണ്, പക്ഷെ ഇതിലുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്റ്റോക്സും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഏതില് സ്റ്റോക്കിലേക്ക് ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസിൽ നമുക്ക് ആദ്യം വരുന്നത് എക്സ്പെൻസസ് ആണ്. കാരണം നമുക്ക് കിട്ടുന്ന ഇൻകമിൽ അല്ലാന്നുണ്ടെങ്കിൽ സാലറിയിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എക്സ്പെൻസ് വരും. ഓക്കെ, പിന്നെ വരുന്നത് സേവിങ് ആണ്. ഈ സേവിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എങ്കിലും ഞാൻ മേജർ ആയിട്ട് എടുക്കുന്നത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ. കാരണം വീഡിയോ ലെങ്തി ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള പാർട്ടിലോട്ട് മാത്രം പോയാൽ മതിയല്ലോ. ഇപ്പൊ നമ്മളെ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്, FDയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആകും എന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്യണം. കാരണം ആ കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. പിന്നെ ടെക്നിക്കൽ ആണ് ആ കമ്പനിയുടെ പ്രൈസിന്റെ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്സിന്റെ പ്രൈസിന്റെ ഇപ്പോഴത്തെ നിലവാരം ഏറ്റവും ഹൈ ലെവലാണോ, വാല്യൂ പ്രൈസിലാണോ ഇപ്പൊ നിൽക്കുന്നത്, അതല്ല അണ്ടർ വാല്യൂ ആണോ, ഓവർ വാല്യൂ ആണോ ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണം. പിന്നെ ബിസിനസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇനി കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ബിസിനസിന്റെ സ്റ്റാറ്റസ്, നമുക്ക് കറന്റ് സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കണം.
പിന്നെ റിപ്പോർട്ട്, എക്സ്പെഷ്യലി ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, ക്വാർട്ടർലി റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, ഇതെല്ലാം നോക്കിയിട്ട് ആ ഒരു കമ്പനിയെ വിലയിരുത്താൻ നമുക്ക് പറ്റണം. പിന്നെ ഉള്ളത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ ആ കമ്പനിയുടെ ലിയാബിലിറ്റി, അസെറ്റ്സ്, പിന്നെ ഡെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതെല്ലാം കൂടി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാ നമുക്ക് ആ ഒരു കമ്പനി വെർത്താണോ അല്ലേ, നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഡയറക്റ്റ് ഏതൊരു വ്യക്തിയും ഡയറക്റ്റ് നമുക്ക് ഒരു സ്റ്റോക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മിനിമം ചെയ്യാൻ കഴിയണം. ഓക്കെ. ഇനി ഇത് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫണ്ട് മാനേജർ ചെയ്തോളും. ഫണ്ട് മാനേജർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നല്ല സ്റ്റോക്ക് നോക്കിയിട്ട് നമ്മളെ ക്യാഷ് അല്ലെങ്കിൽ നമ്മളെ പൈസ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പുള്ളി നല്ല ഈ ഒരു ഫണ്ട് ഈ ഇതെല്ലാം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല കമ്പനിയോട്ട് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സിറ്റുവേഷൻ മോശമായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്സ് ഓവർ വാല്യൂ ആവുന്ന സമയത്ത് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മറ്റൊരു സ്റ്റോക്സ് കണ്ടെത്തി അങ്ങനെ പുള്ളി ഹാൻഡിൽ ചെയ്യും. അതാണ് ഫണ്ട് മാനേജർ. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരിക്കലും നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വക കാര്യങ്ങളും നമ്മൾ അതിന്റെ പിന്നാലെ ബോധേഡ് ആവേണ്ട അല്ലെങ്കിൽ വെറീഡ് ആവേണ്ട കാര്യമില്ല. അതെല്ലാം ഫണ്ട് മാനേജർ ചെയ്തു. ഈ ഫണ്ട് മാനേജർക്ക് വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ്, വളരെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ആ ഒരു നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ഈ ഒരു സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിന് സമയമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, മ്യൂച്വൽ ഫണ്ട് ആണോ നിങ്ങൾക്ക് നല്ലത് അതല്ല സ്റ്റോക്സ് ആണോ നല്ലത് എന്നുള്ളത്. ഇനി നമുക്ക് വളരെ ചുരുക്കം ഒരു 2-3 നല്ല മ്യൂച്വൽ ഫണ്ടിന്റെയും അതേപോലെ തന്നെ 2-3 നല്ല സ്റ്റോക്സിന്റെയും ആനുവലി കഴിഞ്ഞ ഒരു 5 വർഷം തന്ന റിട്ടേൺസ് എത്ര പെർസെൻറ്റേജ് ആണെന്നും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു സേവ് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം ഒരു 10 വർഷം ഈ മിനിമം ഞാൻ പറഞ്ഞല്ലോ 10,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഒരു 10,000 രൂപ സാലറി ഉള്ള ഒരാൾ ഒരു 1,000 രൂപ പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷം പുള്ളിക്ക് ഈ ഒരു ഇത് എത്ര ക്യാപിറ്റൽ ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് SIP കാൽക്കുലേറ്ററിലൂടെ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് മ്യൂച്വൽ ഫണ്ട്, ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഞാൻ എടുക്കുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ട് ആണ്. ടാറ്റ എത്തിക്കൽ ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നാൽ ഓരോ വർഷം 22% റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ട് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, അത് ഏകദേശം കഴിഞ്ഞ 5 വർഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34.56 34% കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും 34% വെച്ചിങ്ങാണ്ട് നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ICICI പ്രൊഡൻഷ്യലിന്റെ ബ്ലൂ ചിപ്പ് ഫണ്ട്, അത് നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 19.5% വെച്ച് നമുക്ക് ഗ്രോത്ത് തന്നിട്ടുണ്ട്. പിന്നെ ടാറ്റയുടെ തന്നെ ടാറ്റ മിഡ് ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, അത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 27.17 27%, ഓരോ വർഷം 27% വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് എല്ലാം ഗ്രോത്ത് തന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യം. ഇനി നമ്മൾ സ്റ്റോക്സിലോട്ട് പോകുന്ന സമയത്ത് റിലയൻസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം ടോട്ടലി 133%, നമുക്ക് റിട്ടേൺസ്. അപ്പോൾ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും ആവറേജ് 26% നമുക്ക് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻഫോസിസ് കഴിഞ്ഞ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളമായിട്ട് അധികം വലിയൊരു മൂവ്മെന്റ് വന്നിട്ടില്ല നമ്മുടെ IT സെക്ടർ. എങ്കിലും ഇൻഫോസിസ് കഴിഞ്ഞ 5 വർഷം ടോട്ടലി 107% ഗ്രോത്ത്. അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും അറൗണ്ട് 21.5%, ഓരോ കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും നമുക്ക് ഗ്രോത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു SIP കാൽക്കുലേറ്ററിൽ നോക്കാം. അപ്പൊ നമുക്ക് വരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഞാനിവിടെ കാൽക്കുലേറ്റർ കൂട്ടിയത് 20% കേട്ടോ. പക്ഷെ നമുക്ക് 20-30 ഒന്നും അല്ല ഉള്ളത്. ഓക്കെ, ഞാനൊരു 20% വെച്ചിങ്ങാണ്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക്
20%. അതേപോലെ തന്നെ നമ്മുടെ SIP എമൗണ്ട് എന്ന് പറയുന്നത് മന്ത്ലി 1000 വരുമ്പോൾ ഇയർലി 12,000 ആണ് വരിക അല്ലേ? ഓക്കെ, ഓക്കെ 12,000 ആണ്. അങ്ങനെ ഒരു 5 വർഷം ഇപ്പം നമുക്കിവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം 12,000 വെച്ചിങ്ങാണ്ട് നമ്മൾ ഓരോ വർഷവും ഓരോ മാസം 1000 വെച്ചിട്ട് 12,000 ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് 20,000 വെച്ച് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ അടയ്ക്കുന്നത് എത്രയാണെന്നറിയോ? 1,20,000 രൂപയാണ് നമ്മൾ 10 വർഷത്തിന് അടയ്ക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ ഒരു കോർപ്പസ് ആയിട്ട് ഉണ്ടാവുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്നറിയോ? ഏകദേശം 3,73,805 3,73,805 രൂപയാണ് നമുക്ക് മന്ത്ലി 1000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കും 10 വർഷം സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3,73,000 അറൗണ്ട് 3.25 ലക്ഷം രൂപ സേവിങ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, മന്ത്ലി 1000 പോയിട്ട് ഒരു 5,000മോ 10,000മോ പോട്ടെ, ഒരു 5,000 സേവ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഒരു 10 വർഷം കൊണ്ട് എത്ര ഉണ്ടായിരിക്കും? നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 1,20,000 ആണ്. പക്ഷെ നമുക്ക് അവിടെ കിട്ടിയത് 3.25 ലക്ഷം. മീൻസ് 2 ലക്ഷം രൂപ നമ്മളെ കോമ്പൗണ്ടഡ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ വളരെയധികം യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. VM റഫീഖ് സൈനിങ് ഓഫ്. ബൈ.